കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഹലോ ഹലോ വിഷ്ണു, നീടെ? ഞാൻ വർക്കിലുണ്ടടാ, ഒരു 5 മിനിറ്റിൽ കഴിയും. ഒരു മിനിറ്റ്, ഞാനപ്പോൾ നിൽക്കില്ല, ഒന്ന് കോൺഫറൻസിലിടുന്നു. ഓക്കെടാ. ഹലോ പറയടാ. ഈടത്തിരാ ഞാൻ വന്നോണ്ട് ഒരു 5 മിനിറ്റ്. സത്യം പറഞ്ഞല്ലേ, ഗൂഗിളിൻ്റെ വീഡിയോ എല്ലാം കണ്ട് നല്ല പൈക്കുന്നുണ്ടാവുക. നമുക്ക് നിങ്ങൾ തിന്നിട്ട് പോയെങ്ക. എടാ എന്തെന്നറിയോ, ഒന്നാമത് നമുക്ക് കുറേ ലേറ്റായി, പിന്നെ നമ്മൾ പോകുന്ന അവിടെ നല്ല കൊറിയൻ ഫുഡ് കിട്ടുമല്ലോ, അപ്പം അവിടെ നിന്ന് കഴിച്ചാൽ പോരെ. ഓക്കെ, എന്നാൽ അങ്ങനെ സെറ്റാക്കാം. എന്താ എനിക്കില്ല, ഭയങ്കര സൗണ്ട് അല്ലേ? നീ എന്ത് ബസ്സിലാണ് വരുന്നത്? അതൊരു ടിപ്പർ പോയതാ. വലിയ ടിപ്പർ എന്ന് തോന്നുന്നല്ലോ എനിക്കില്ലേ. അതല്ല സാറില്ല നമുക്ക് എല്ലാവരും ഇല്ലല്ലോ, ഞാനിപ്പോൾ ഇറങ്ങുന്നുണ്ട്. 15 മിനിറ്റ് എല്ലാവരും എത്തണം അവിടെ. ഓക്കെ, സെറ്റ്. പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഹായ് ഓൾ, വെൽക്കം ടു അന്തവ്യൂ പോഡ്കാസ്റ്റ്. സോ ആക്ച്വലി ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, ഫ്രണ്ട് ആണ്. വിൽ ബി ജോയിനിങ് അസ്. സുഖാണോ? സുഖാണോ? പരമ സുഖം. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. രാവിലെ അപ്പം തന്നെ ഇവിടെ വന്നു, ഒരു പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം പെട്ടെന്നായിരുന്നു. സോ ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ. ഗോകുലാണ്, ക്രിയേറ്റീവ് ഹെഡ് ആണ്. മോർ ഓവർ ദാറ്റ് ഈറ്റ് ആൻഡ് ചില്ല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പോലെ അറിയാം. എല്ലാവർക്കും അറിയണമെന്നില്ല കേട്ടോ, പക്ഷെ അറിഞ്ഞിരുന്ന സമയം ഉണ്ടായിരുന്നു. ഓക്കെ, യു ഹാവ് ലൈക്ക് മൂവ്ഡ് ഔട്ട്, കുറച്ച് സ്പേസ് വന്നു, ഗ്യാപ്പായി. Okay, coming to the point, Eat and Chill, founder, creative head, storyteller, content creator എല്ലാമാണ്. അപ്പോൾ ഈറ്റ് ആൻഡ് ചില്ലിലോട്ട് ലൈക്ക് ദ ജേർണി, ദ സ്റ്റാർട്ടിങ്, അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ഐഡിയ എങ്ങനെ കിട്ടിയ? ഈ പറഞ്ഞ എല്ലാത്തിന്റെ തുടക്കം ഈറ്റ് ആൻഡ് ചില്ലിൽ നിന്നായിരുന്നു. ഓക്കെ, ഈറ്റ് ആൻഡ് ചില്ലായിരുന്നു ശരിക്കും പറഞ്ഞാ എന്താ പറയണ്ടേ, നമുക്കൊരു കോൺഫിഡൻസ് തരൂലേ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വന്നത് ഈറ്റ് ആൻഡ് ചില്ല. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്കൊരു വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി തുടങ്ങിയൊരു ചാനൽ ഉണ്ടായി, ചെറിയൊരു ചാനലായിരുന്നു. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു, നമ്മളെ കണ്ടന്റ് നമ്മ പ്രസന്റ് ചെയ്യണം, അതല്ലേ നമ്മളൊരു ആഗ്രഹം. അതാണ്. അപ്പം ആ രീതിയിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു പേരാണ്. നല്ലൊരു വെറൈറ്റി പേരാണ് വേണ്ടത്. ആ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിഥുൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളാണ് എന്നോട് ഒരു ദിവസം, ഞാനിങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, മിത്തു എനിക്കൊരു പേര് വേണം, ഇങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയും, അതുപോലെ ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവനത് വിട്ടു. ഇവനൊരു പേരും പറഞ്ഞു, ഈറ്റ് ആൻഡ് ചില്ല് എന്നുള്ളൊരു പേരും പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞ പേര് ഈറ്റ് ആൻഡ് ചില്ല്. ഞങ്ങൾ വൈകുന്നേരം ഇവന്റെ വീട്ടിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ പറയുന്നു, അപ്പൊ ഇവൻ ആ പേരും പറയുന്നു. ഞാൻ അന്ന് രാത്രി തന്നെ നമ്മളെ ലോഗോ ചെയ്യുന്ന ഒരു മാധവട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആക്ക് ഞാൻ ഈ സാധനം അയച്ചു കൊടുക്കുന്നു. എന്റെ കണ്ടന്റ് ഇങ്ങനെയാണ്, എനിക്ക് ഈ രീതിയിലുള്ള ലോഗോ ആണ് വേണ്ടത്, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ആൾക്ക് പിറ്റേ ദിവസം ലോഗോ കിട്ടുന്നു. 2 ദിവസം കഴിയുമ്പോൾ ചാനൽ തുടങ്ങുന്നു. 2 ദിവസം കഴിഞ്ഞ് ചാനൽ തുടങ്ങി. 3-ാമത്തെ ദിവസം ഫസ്റ്റ് വീഡിയോ ഇട്ടു. 3-ാമത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടു. ഷൂട്ട് ചെയ്ത് 1 മണിക്കൂറിൽ ഞാൻ വീഡിയോ ഇട്ടു. അതായത് ഉച്ചക്ക് 1-1:30 ഞാൻ വീഡിയോ എടുത്തു. ഒരു 3-4 മണിയാകുമ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ആക്കി. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഫോണിൽ എഡിറ്റ് ചെയ്യുന്നില്ലടാ, ആ സമയത്ത് ഫുള്ള് ഫോണിൽ തന്നെ ആയിരുന്നു. എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പം കൊറേ ടൈപ്പ് ഓഫ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫുഡിലോട്ട് എന്താവുന്നത്? ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബയോ അതാണ്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് എന്തെന്ന് വെച്ചാല്, ഒന്നാമത് ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ മുന്നേ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോകും ഒരുമിച്ച്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ ഫ്രണ്ട്സ് എല്ലാവരും
എവിടെങ്കിലും പോവാന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഇന്ന് ഈ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് ഇടാം, അല്ലെങ്കിൽ ആടെ ഈ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോവാം. ഫുഡ് സ്പോട്ട് എവിടെയുണ്ട് ആടെ നമ്മൾ എത്തും. നമ്മളെന്ന് വെച്ചാൽ അങ്ങനല്ല, ഇപ്പൊ നമുക്കൊരു കംഫർട്ട് സോൺ, ഇപ്പൊ ഇന്ന് കംഫർട്ട് സോൺ അവിടെ തന്നെ പോകും. ബട്ട് അതൊന്നും ശരിക്കും പറഞ്ഞത് മാറ്റേണ്ട സമയം അതെല്ലായിടത്തും ഇല്ലതാ. ഞാൻ അതിന് പറയുന്നതല്ല, അതായത് നമ്മ ഒരേ ഫുഡ് കഴിച്ച് അത് പക്ഷെ അത് അഡാപ്റ്റ് ആവുന്നുണ്ട്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ അൽഫാം, ഓക്കെ അൽഫാം ആ ഒരു രീതിക്കായിരിക്കും, വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യൂല. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്ന കാര്യം എക്സ്പ്ലോർ ചെയ്യേണ്ട സാധന. ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. കഴിയുന്നത്ര രീതിയിൽ കഴിയുന്നത്ര സമയം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് എന്റെ കോൺസെപ്റ്റ്. അതാണ് ഫുഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്നത് ഫുഡാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഫുഡ്. സോ ഈറ്റ് ആൻഡ് ചില്ലിലോട്ട് വരുമ്പം ഈറ്റ് ആൻഡ് ചിൽ അതിന്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു നേരത്തെ. ഞാൻ ഐ വാസ് ഗോയിങ് ത്രൂ യുവർ ഈറ്റ് ആൻഡ് ചിൽ പേജ്. ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കര റീച്ചാണ്. ആൻഡ് കൃഷ്ണഭവൻ അല്ലേ? അവിടത്തേക്ക് വരാനുള്ള എന്തിനാ ശ്രീകൃഷ്ണ ഭവൻ? വൈ ഡിഡ് യു ചൂസ് ദാറ്റ്? ശ്രീകൃഷ്ണ ഭവൻ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നായിരുന്നു പേജ് തുടങ്ങാന്നുള്ളൊരു ഇത് വരുന്നത്. പക്ഷെ എനിക്ക് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വെറൈറ്റി ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ കാസർഗോട്ടുകാർ കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയ ഫുഡ് സ്പോട്ട് ഉണ്ടല്ലോ കാസർഗോഡ്. അവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു വെജ് ലവറാണ്. നോൺ വെജും ആണ്, പക്ഷെ വെജ് ആണ് കുറച്ചും കൂടി. അപ്പോൾ ശ്രീകൃഷ്ണ ഭവൻ എന്ന് പറയുന്നത് വെജ് റെസ്റ്റോറൻറ്റാണ്. 70-75 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റാണ്. ഞാൻ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി ഈവനിങ് സ്നാക്സ് കഴിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ താലൂക്ക് ഓഫീസിന് മുമ്പിലാണ്, കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുമ്പിലാണ് ആ ഹോട്ടൽ വരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നു, ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ കാസർഗോഡ് വേറെ ഉണ്ട്. വേറെ കുറെ ആൾക്കാർ എടുത്ത വീഡിയോസ് ആണ്, കുറെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്തതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയിക്കണം. കാരണം അത് റോഡിൽ നിന്ന് കുറച്ചും കൂടി, അത് ചെറിയൊരു ഷട്ടർ ഉള്ളിലോട്ടുള്ള ഒരു ഹോട്ടൽ. പഴയ രീതിയിലാണ് ആ ഹോട്ടലിന്റെ രീതി ഇപ്പോഴും പോകുന്നത്. അതായത് നമ്മൾ ചോറ് വിളമ്പുമ്പോൾ പാത്രം സ്റ്റീലിന്റെ പ്ലേറ്റ് വെക്കും, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, അവരെന്നാണ് ഇങ്ങനെ കഴുകിയൊരു പാത്രം. അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഫുഡ് കഴിക്കുന്നത് നല്ല കാണാൻ തന്നെ ഒരു നല്ല രീതിയാണ്. അപ്പൊ എനിക്ക് തോന്നി അത് എടുക്കാം. അത് ഞാൻ വോയിസ് ഓവർ ഇല്ലാതെ ജസ്റ്റ് പാട്ടിൽ മാത്രം കൊണ്ടുപോയി ഇട്ട വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ. വോയിസ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിന്ന് പ്രസന്റ് ചെയ്യണം, അങ്ങനത്തെ ഒന്നും എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വീഡിയോ എന്തെങ്കിലും ഇടണം, പക്ഷെ ഇടുന്ന സമയത്ത് അത് കുറച്ചൊരു യൂണിക്ക് ആയിരിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. യൂണിക് ആണ്. ലൈക്ക് ഇപ്പൊ എല്ലാരും വെച്ചാൽ ട്രെൻഡിന്റെ ബാക്കിൽ പോകുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ കണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭവൻ വൺ ഓഫ് ദ ടോപ്പ് ആണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് കണ്ടു ശ്രീകൃഷ്ണ ഭവന്റെ. ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്തൊന്നും ശ്രീകൃഷ്ണ ഭവൻ അറിയാം, ആൾക്കാർക്ക് അറിയാം, ഫേമസ് അല്ല. അതായത് ഈ താലൂക്ക് ഓഫീസിന് ചുറ്റൂരിലെ എല്ലാ എംപ്ലോയീസിനും ആ സ്ഥലം അറിയാം. കാരണം അവര് ഡെയിലി കഴിക്കുന്ന സ്ഥലമാണത്. പക്ഷെ നമ്മളെ പോലത്തെവർക്ക് അത്ര ഫെമിലിയർ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ, നമ്മ പണ്ടെടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇപ്പൊ ഭയങ്കര ഹൈപ്പ് കയറി നിൽക്കുന്ന, അത് ഭയങ്കര സന്തോഷമാണ് ശരിക്കും. ഇപ്പം ആൾക്കാർ നല്ലോണം പോകുന്നുണ്ട്. ആ ഒരു വീഡിയോന്റെ റെസ്പോൺസ്, ലൈക് ഗൂഗിൾ എന്നോട് കോള് പറഞ്ഞായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് നെക്സ്റ്റ് ഡേ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതിന് കിട്ടിയ റെസ്പോൺസ് എന്താന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനത്തെ ഒരു പേജ് തുടങ്ങുന്നുണ്ടെന്നോ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ അറിയുന്ന ഒരു കാര്യം. പക്ഷെ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് ആൾക്കാർക്ക് ഇത് ആര് പേജ്, ഇത് എവിടുന്ന് വന്നു, ഇതെന്താണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് ഒരു 10K അടുത്ത് വ്യൂസ് അടിച്ചു. ഫോളോവേഴ്സ് അന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു 10-12 ആൾക്കാരെ ഉണ്ടായിരുന്നു. 10-12 പേരെ വെച്ചിട്ട് 10K, അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് അല്ലേ? ആണ്. അവിടെ നിന്ന് കോൺഫിഡൻസ് കിട്ടി. അതാണ് എന്റെ കോൺഫിഡൻസ്. അവിടെ നിന്ന് തുടക്കം. പിന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നതിൽ എനിക്കൊരു കാര്യം കൂടി കൂട്ടാനുള്ളത് ഫ്രണ്ട്സ് ആണ്. എന്തായാലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, ഫാമിലി രണ്ടുപേരും ഭയങ്കര ഇതില് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ ശ്രീകൃഷ്ണ ഭവനിൽ വീഡിയോ എടുക്കാൻ പോയിട്ടാകുമ്പോൾ സാധാരണ ഞാനിങ്ങനെ കുറച്ച് ഷൈയാണ് വീഡിയോസ് എടുക്കുന്നതിൽ. അപ്പോൾ ശ്രീകൃഷ്ണ ഭവനിൽ വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പോകുന്നതിന് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ എൻ്റെതായ രീതിയിൽ എടുക്കാനൊന്നും പറ്റിയിട്ടാ. പക്ഷെ ഒരു ചമ്മലുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവിടുത്തെ ഒരു ഓണർ ഉണ്ട്, എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഓണറാണെന്ന് തോന്നുന്നുണ്ട്. ആളാണെങ്കിൽ ഭയങ്കര കമ്പനി. ആളെന്നോട് അതിന്റെ ഈ തുടങ്ങിയ കാര്യങ്ങള്, പിന്നെ ഞാൻ പോകുമ്പോൾ ഓൾമോസ്റ്റ് ആ വൈകുന്നേരത്തെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു, ഗോളി വെച്ചല്ല ആളത് തന്ന്. അപ്പൊ നമുക്കും ഓക്കെ, നമ്മളൊരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കംഫർട്ട് സോൺ. ഞാൻ ഇതിലേക്ക് എത്തിയില്ല, എന്നാലും അതിനു മുമ്പേ ഇങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പിന്നെയും പറഞ്ഞ പോലെ കോൺഫിഡൻസ് കൂടി.
സോ അപ്പം ആ വീഡിയോ കാണുമ്പം അവിടെ ഗോകുല് ഫേസ് കാണിക്കൂല, യു ആർ ലൈക്ക് അനോണിമസ്, ആർക്കും അറിയില്ല അത് ഗോകുലാണെന്ന്. ഒരു ലൈക്ക് ആരോ ഒരാൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെന്താ ഗോകുലിന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നോ പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട്? സത്യം പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്റെ ഒന്നിച്ചിൽ എല്ലാ ഫ്രണ്ട്സും പറയും, പാർവതി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവൾ എന്നോട് എപ്പോഴും പറയും, എടാ നീ മുമ്പിൽ വന്ന് ചെയ്. അതാണല്ലോ എല്ലാരും ചെയ്യുന്ന അതുപോലെ. പക്ഷെ ഗൂഗിൾ യുവർ ബാക്ക് ബിഹൈൻഡ് ദ സീൻ എല്ലാം ചെയ്യുമ്പോൾ അതാരും അറിയൂല. അത് ഭയങ്കര ശരിക്കും നീ പറഞ്ഞ പോലെ പേടിയാണ്. പക്ഷെ ആ പേടി ഒരു സമയത്ത് ഇല്ലാതായി. പേടി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടന്റ് ക്രിയേഷനോട് പേടിയെ പോയത് എനിക്കൊരു നല്ലൊരു മെൻറ്ററിനെ ദൈവമായിട്ട് എൻ്റെ മുമ്പിൽ എത്തിച്ചെന്നൊരു മെൻറ്ററുണ്ട്. ആളെ ഞാൻ എന്നും ഓർക്കും. ഈ നിമിഷത്തിൽ ഞാൻ ആളെ ഓർക്കും. ആളിപ്പോൾ നമ്മളെ ഒന്നിച്ചില്ല, ശരിക്കും പറഞ്ഞാൽ ആളെ വിട്ടിട്ട് പോയി. രാഹുലേട്ടൻ എന്നാണ് ആളെ പേര്. എല്ലാവർക്കും അറിയാം. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറയുന്ന ഭയങ്കര ഫെമിലിയർ ആയ ഒരു പേജിന്റെ മെയിൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ് രാഹുലേട്ടൻ. രാഹുലേട്ടനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാഹുലേട്ടൻ മെസ്സേജ് അയച്ചിട്ടാകുമ്പോൾ രാഹുലേട്ടൻ എന്നോടൊന്നും, അപ്പോൾ രാഹുലേട്ടൻ എൻ്റെ ഉള്ളിലെ ഇതറിയാം, ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ രാഹുലേട്ടൻ എന്നോടൊന്നും, ഗൂഗിൾ ഒരു കാര്യം ചെയ്യും, ഒരു മിററിന്റെ മുമ്പിൽ നിന്നിട്ട് നിനക്ക് എന്താണ് പറയാൻ തോന്നുന്നത് അത് നീ അങ്ങ് പറയും, അത് നീ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറ. എന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് പേടിയൊന്നുമില്ല, നീ ഒഴിച്ചു മാറ്റി. ഇത് നീ കാണുന്ന വീഡിയോ, ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് നീ ആ തീരുമാനിക്കുന്നത്, നീ അത് ചെയ്യും, കോൺഫിഡന്റ് ആയിട്ട് നീ ചെയ്തോ. ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതാ അറിയോ? ഫസ്റ്റ് ഹയാത്തിന്റെ വീഡിയോ, അതായത് എറണാകുളം ലേ ഹയാത്തിന്റെ ഇഫ്താർ പ്രൊമോഷന് പോയ വീഡിയോ. അവര് നമ്മളെ ഇങ്ങോട്ട് പ്രൊമോഷന് വിളിച്ചതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞ കൊളാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നല്ല ടേക്കും പോയിന്, 10-12 ടേക്ക് പോയിന്. അബ്ബിയായിരുന്നു അത് വീഡിയോ എടുത്തത്, അവൻ എന്നെ ഭ്രാന്ത് പിടിച്ചു. അങ്ങനത്തെ ഒരു രീതിയിൽ അതായിരുന്നു സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് കോൺഫിഡൻസ് കിട്ടി. അതായിരുന്നു എന്റെ കോൺഫിഡൻസ്. എല്ലാത്തിനും ബാക്ക് ബോൺ ആയിട്ട് നിന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുലേട്ടനായിരുന്നു. നല്ലൊരു മെന്ററായിരുന്നു രാഹുലേട്ടൻ. അവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് ന്യൂ ഗോകുല്, ന്യൂ ഗോകുലല്ല, ന്യൂ ഈറ്റ് ആൻഡ് ചില്ല് നമുക്ക് പറയുവാണെങ്കിൽ. ഈറ്റ് ആൻഡ് ചില്ലിന്റെ ജേണി കുറച്ചും കൂടി രീതിയിൽ നല്ലതായി പോയി. കാരണം ഒരാളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മുമ്പിൽ നിന്നിട്ട് എക്സ്പ്ലെയിൻ, അവിടെ സ്ട്രെസ് ഫാക്ടറും കാര്യങ്ങളൊക്കെ ബിൽഡ് ആവുന്നുണ്ട്. അപ്പം അവിടെ ഇപ്പം ബാക്കിലാവുമ്പോൾ there is nothing to show. ഫുഡ് ഉണ്ടാവും, ബാക്കിൽ ഒരു വോയിസ് ഉണ്ടാവും. ഇതേ കാര്യമാണ് എന്നോട് രാവിലെ പറഞ്ഞത്. അതായത് ഗോകുല നീ നിന്ന് മുമ്പിൽ പറയുമ്പോൾ അവിടെ പോയി ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. കാരണം ആൾക്കാർ നിന്നെ കാണുന്നുണ്ട്, നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന ആളാണ് ഇത് പറയുന്നില്ലേ, നീ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഒരു മനുഷ്യനുള്ളിൽ ഒരാൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രസ്റ്റ് കൂടുന്നതാണ്. അതെനിക്ക് ശരിക്കും പെട്ടെന്ന് കത്തി. നമ്മ വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മ നിന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് കൂടും. പിന്നെ അതിൻ്റെ ഒന്നിച്ച് രാഹുലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. വ്ളോഗും ഈറ്റ് ആൻഡ് ചില്ലും കേറുന്ന ഒന്നിച്ച് നീയും സൈഡിലെ കേറിപ്പോയി സെറ്റായി. അങ്ങനെ കഴിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുള്ളത്. വലിയ ഭാഗ്യം. അപ്പം ഇപ്പം ഈറ്റ് ആൻഡ് ചില്ല് തുടങ്ങി, അതിന്റെ ജേണി, ഫസ്റ്റ് കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും ആകാംക്ഷ ആയിരിക്കും. ഫസ്റ്റ് കൊളാബറേഷൻ ആൾക്കാർ വിളിച്ചു, ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് കൊളാബ് എന്ന് പറയുന്നത് ഞാനൊരു 50 വീഡിയോ ഇട്ടതിന് ശേഷമാണ് കൊളാബറേഷനിൽ കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിപ്പോ ഒരു കൊളാബ് വീഡിയോ ഇട്ടാൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ഇത് കൊളാബാണ്, ഇവരെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നില്ല, അങ്ങനെ വിചാരിക്കാൻ പറ്റും ആൾക്കാർക്ക്. എനിക്കത് വേണ്ട. കുറച്ചു കാലം കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ജെന്യൂനായിട്ട് റിവ്യൂ കൊടുത്ത് അങ്ങനെ പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൊളാബ് ചെയ്യുന്നത്. ആ കൊളാബ് വരുമ്പോൾ ഞാൻ വിചാരിച്ചു, അബി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഇതിന്റെ പാർട്ട്ണറാണ് അഭിജിത്ത് എന്നാ പേര്. അപ്പൊ അബി എന്നോടൊന്നു ഗൂഗിൾ ഒരു കൊളാബ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നു കൊളാബ് വേണോ? ഏതിന്റെ? ലുലു. അപ്പോ നമുക്ക് ആകെ 7000 ഫോളോവേഴ്സ് ഇല്ലൂടാം. 7000 ഫോളോവേഴ്സിൽ എന്തുകൊണ്ട് ഈ ലുലുക്കാർ നമ്മളെ വിളിക്കണം എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു പെയ്ഡാണോ? അല്ല പെയ്ഡല്ല, അവര് വൗച്ചർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര 10,000 രൂപ വൗച്ചർ. ഞാൻ 10,000 രൂപ വൗച്ചർ നമ്മൾ എന്തിനാ പോവേ ചോദിച്ചു. അത്ര ഉണ്ടോ നമ്മ? ഞാൻ അത് ആദ്യം ചോദിച്ചത്. അവിടെ കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടാവും. സത്യം കൊച്ചി പോലത്തെ ഒരു ഹബ്ബില്
ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ നല്ല രീതിയിൽ ചെയ്യുന്ന കുറെ ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മെന്താ നോക്കുമ്പോൾ അവൻ പറഞ്ഞു, എടാ അവർക്ക് നമ്മൾ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടിനി, നമ്മളെ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിനി, അതുകൊണ്ട് അവർ ചെയ്യാ എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഒരു വിഷുവിന്റെ വീഡിയോ, അപ്പൊ അത് ഭയങ്കര സന്തോഷമായി, ചെയ്യാം. അന്നത്തെ വിഷുവിന് വീട്ടിലേക്കുള്ള ഡ്രസ്സ് ഫുള്ള് ലുലു മാളിന്റെ വക വൗച്ചർ. അതൊരു സന്തോഷമല്ലേ, നമ്മ പേജ് തുടങ്ങിയിട്ട് നമ്മളെ ഫ്രണ്ട്സിനും വീട്ടുകാർക്ക്, നമ്മളെ ആഗ്രഹം അതാണല്ലോടാ, ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കൊളാബിൽ നിന്ന് കിട്ടിയത് വീട്ടുകാർക്കും ഫ്രണ്ട്സിനും. അവിടെ ഇപ്പം എല്ലാ വീട്ടുകാരും ലൈക്ക് ഈ ഒരു സെഗ്മെന്റിലോട്ട് പോകുമ്പം അവിടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല ഇതിലോട്ട് പോണോ, ഫ്യൂച്ചർ നോക്കൂടെ, ആ കാര്യങ്ങളൊക്കെ. എന്റെ വീട്ടുകാർ എങ്ങനെയാന്ന് പറഞ്ഞാല് എല്ലാത്തിനും ആദ്യം എതിർക്കും. നീ അത് ചെയ്യണ്ട, നീ അത് പോണ്ട. പക്ഷെ അച്ഛനെല്ലാം എനിക്ക് എപ്പോഴും എല്ലാവർക്കും ആൺമക്കൾക്ക് അച്ഛനോട് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന അമ്മയുടെ അടുത്തുനിന്നാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് കുറെ കഴിയുമ്പോൾ അത്യാവശ്യം റീച്ചെല്ലാം വന്ന സമയത്ത്, നാട്ടിൽ തന്നെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റീച്ചെല്ലാം വന്ന സമയത്ത്, അച്ഛൻ ഷോപ്പിലിരിക്കുന്ന സമയത്ത്, അച്ഛനൊരു ഷോപ്പുണ്ട്, അവിടെ പോയി ഒരാൾ അച്ഛനോട് ചോദിച്ചാലും മോന്റെ നമ്പർ ഒന്ന് തരും, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് അപ്പുറപ്പുറയിലെ ഷോപ്പിലെ ഒരാളാണ്. അച്ഛനത് വന്നിട്ട് അമ്മയോട് പറഞ്ഞു. അമ്മ വന്നിട്ട് പറഞ്ഞു, എടാ അച്ഛനോട് ആരോ നമ്പർ ചോദിച്ചു. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് നമ്മളെ പ്രൗഡ് മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ. അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അച്ഛന് അപ്പം ലൈക്ക് വേറൊരാൾ വന്നിട്ട് സ്വന്തം, അപ്പം ഇപ്പൊ എന്ന് വെച്ചാ അറിയപ്പെടുന്ന മോന്റെയിലാണ്. അല്ല അങ്ങനല്ല, അത്രയൊന്നും പറയാനായിട്ടോ, അത്രയൊന്നും പറയാൻ. എന്നാലും ടു ബി ഓണസ്റ്റ് അങ്ങനെ വരുമ്പം ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, എന്റെ മോൻ ഈ ഒരു ലെവലെത്തി. അല്ല അത്രയൊന്നും ആയിട്ടാ. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് വെച്ചാല്, എന്നെ അവർ ആദ്യം എതിർത്തുന്നെങ്കിലും ആദ്യം അവര് വേണ്ട ചെയ്യണ്ടെന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഞാൻ അതെന്തായാലും എല്ലാരും സെയിം അല്ലേ. നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അവര് ഫ്യൂച്ചറേ നോക്കുള്ളൂ. പക്ഷെ ഉള്ളിനുള്ളിൽ ഉണ്ടാവും അവന് ഇഷ്ടമുള്ള ചെയ്യട്ടെ, പക്ഷെ ഫ്യൂച്ചറിൽ അവർ റിഗ്രറ്റ് ചെയ്യരുത്. എന്റെ ഒന്നിച്ച് കുറെ കാര്യങ്ങൾക്ക് കുറെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയാണ് ഫസ്റ്റ്. ഇപ്പം ഈ ഒരു വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം അവിടെ ലൈക്ക് നമ്മളൊരു ഫോർ എക്സാമ്പിൾ ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് നോക്കുമ്പം കുറെ കോമ്പറ്റീഷൻ ഉള്ള സംഭവം നമ്മൾ ഒരിക്കലും അതിലോട്ട് പോകില്ല. ഇവിടെ വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമില് 3 years ബാക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം അതിലോട്ട് പോകാനുള്ള ആ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ ലൈക്ക് യു ഹാഡ് എ പാഷൻ ഉണ്ടായിരുന്നു, ഇത് ചെയ്യണം എന്നൊക്കെ. ആ ഒരു അൾട്ടിമേറ്റ്ലി ആ ഡിസിഷൻ എടുക്കണല്ലോ. ആ ഒരു സിനാരിയോ, ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അർജുൻ പറഞ്ഞ പോലെ ബിസിനസ് എന്നുള്ളൊരു മൈൻഡ് എന്റെ മനസ്സിലേക്ക് ഉണ്ടായിട്ടാ. ഓക്കെ, ബിസിനസ് എന്നുള്ള രീതിക്ക് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അർജുൻ പറഞ്ഞ പോലെ തന്നെ പാഷന്റെ ബാക്കിൽ പോണം, കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും നോക്കൂല. ഞാൻ സത്യം പറഞ്ഞില്ലേ, ഞാൻ അന്ന് കാസർഗോഡ് എനിക്കൊന്ന് കുറച്ച് അറിയുന്ന കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്, പേഴ്സണലി അറിയുന്ന കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. അവരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടെന്നല്ലാതെ അവര് ചെയ്യുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ അവര് ഫുഡ് സ്പോട്ടിൽ പോയിട്ട് അവര് ചെയ്ത കണ്ടന്റ് എടുത്ത് ചെയ്യണം, അങ്ങനത്തെ മൈൻഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അല്ല ഇതൊരു ബിസിനസ് എന്നുള്ള രീതിക്ക് കൊണ്ടുപോകണമെന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്യണം, അത് ആൾക്കാർ കാണണം, അത്രേ ഇല്ല. ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് തന്നെ ഇപ്പം വരുന്ന ആൾക്കാർ കുറെ പേര് ഈ വ്ളോഗിങ്ങും ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ വാട്ട് ദേ സീ ഈസ് പൈസ, ഫോളോവേഴ്സ്. അതായിരിക്കും അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ആ ഒരു ഇന്റൻഷൻ ആയിരിക്കും അവർ വരുന്നത്. അത് ഭയങ്കര സെറ്റ് ബാക്ക് അല്ലേ. ഇതില് അർജുൻ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഞാൻ ആഡ് ആക്കിക്കോട്ടെ. മണി, ബിസിനസ്, ഫെയിം, ഫോളോവേഴ്സ്, വ്യൂസ്, 5 കാര്യങ്ങളുണ്ട്. ഇത്ര കാര്യങ്ങൾ ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ആദ്യം ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഒന്നും ആലോചിച്ചൂടാ. ഒരു പേജോ അത് എന്ത് വീഡിയോസ് ആയാലും എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയാലും നിങ്ങൾക്ക് അതിലൊരു പാഷൻ ഉണ്ടോ, തുടങ്ങാം. വ്യൂസിന്റെ ബാക്കിൽ പോയിക്കൂടാ, ഫോളോവേഴ്സിന്റെ ബാക്കിൽ പോയിക്കൂടാ, പൈസയുടെ ബാക്കിൽ പോയിക്കൂടാ. ഇതെല്ലാം ഇല്ലൊരു ദിവസം വരും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം, ഡെഡിക്കേഷൻ കൊടുക്കാം. നമ്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഞാൻ ഒരു സക്സസ്ഫുൾ ആളല്ല, ശരിക്കും സക്സസ്ഫുൾ ആളല്ല. കാരണം ഈ കൺസിസ്റ്റൻസിയിൽ ഒരു വീഡിയോസ് ഇതുവരെ ഇടാൻ പറ്റിയിട്ട, സമയം കിട്ടിയിട്ട. ഞാൻ കണ്ടായിരുന്നു ലൈക്ക് ഇറ്റ് വാസ് കൺസിസ്റ്റന്റ് മോഡിൽ പോകുന്നുണ്ടായിരുന്നു. ഒരു സമയം ഉണ്ടായിരുന്നു, അത് ഞാൻ കാസർഗോഡ് നിന്ന് വീഡിയോസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആയിരുന്നു എന്റെ ഫോളോവേഴ്സ് കയറിയത്. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്
കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഫോളോവേഴ്സും നിങ്ങൾക്ക് കിട്ടാനുള്ള വ്യൂവേഴ്സും നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്രാൻഡ് കൊളാബ്സും നിങ്ങളെ തേടി വരും. ഓക്കെ, നമ്മ വ്യൂവേഴ്സിന്റെ ബാക്കിലും ഫോളോവേഴ്സിന്റെ ബാക്കിലും ഒരിക്കലും പോയിക്കൂടാ. നമ്മളവിടെ സ്റ്റക്ക് ആവും. ഉറപ്പ്. നിങ്ങൾ ഇടുന്ന വീഡിയോസിന് അപ്പോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അർജുനായാലും ഞാനായാലും ആരായാലും നമ്മ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞെങ്കിൽ നമ്മ തന്നെ അതൊരു 1000 വട്ടം കാണും. അർജുന്റെ ഫോട്ടോ അർജുൻ സ്റ്റോറി ഇട്ടു 1000 വട്ടം അർജുൻ കാണും. ആരൊക്കെ ലൈക്ക് ഇട്ടു, ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം അത്. നമ്മ വീഡിയോ ഇടാം, ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യാം, നമ്മളെ കാര്യം നോക്കി പോവാം. അല്ല ആ വീഡിയോക്ക് എത്ര ഫോളോവേഴ്സ് ആയി, ആ വീഡിയോയിൽ നിന്ന് എത്ര വ്യൂസ് കിട്ടി, ഒരിക്കലും അത് നോക്കിക്കൂടാ. താങ്ക് യു. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഈ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നത് പെപ്പർ ഷാക്ക് ആണ്. സോ എ ബിഗ് താങ്ക്സ് ടു പെപ്പർ ഷാക്ക്. താങ്ക് യു. നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, അതായത് ഫുഡിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരം, അത് അടിപൊളിയാ. നമ്മള് ഒരു സത്യം പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് ആയിട്ടാണ് തുടങ്ങാൻ പ്ലാൻ. പിന്നെ വി വാണ്ടഡ് സംതിങ് ഡിഫറെന്റ്. ഒരു പോഡ്കാസ്റ്റ് ആവുമ്പോൾ ഇറ്റ് ഈസ് ലൈക് ബോറിംഗ് കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നത് ഫുഡിന്റെ മുമ്പിൽ നിന്നാണ്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ തന്നെ ഫുഡിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച കുറെ കാര്യങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നമ്മൾ കുറെ ഡിസിഷൻസ് ഗൂഗിൾ പറഞ്ഞ ലൈക്ക് ഫുഡ് കോൺഫിഡൻസ്. സോ ഞാൻ ഈറ്റ് ആൻഡ് ചില്ലിന്റെ ലൈക് വീഡിയോസ് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇന്നലെ മൊത്തം നോക്കലായിരുന്നു. പഠിക്കണല്ലോ എന്നൊന്നും അറിയണ്ടേ. അപ്പം അത് നോക്കുമ്പോൾ എനിക്ക് ഒരു കോൺസെപ്റ്റ്, ഒരു വീഡിയോ ഞാൻ സ്റ്റക്ക് ആയിപ്പോയി. ലൈക്ക് പഫും സാമ്പാറും, ആ ഒരു വിയർഡ് കോമ്പിനേഷൻ എനിക്ക് ലൈക്ക് കേൾക്കുമ്പോ തന്നെ അങ്ങനത്തെ ഒരു കോമ്പിനേഷനോ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കുറെ എന്തെങ്കിലും യുണീക്കായ ഫുഡ് അല്ലെങ്കിൽ ആൾക്കാർക്കൊരു ഹുക്ക് കിട്ടുമല്ലോ. ഇപ്പൊ പപ്സും സാമ്പാർ എന്ന് പറയുമ്പോ അത് കണ്ടോണാണല്ലോ അർജുൻ നോക്കി. അതുപോലെ എന്തെങ്കിലും ഹുക്ക് കിട്ടുന്ന, അതായത് ഒരു മാർക്കറ്ററി രീതിയിൽ ഹുക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനത്തെ കണ്ടന്റ്സ് ഞാൻ കുറെ നോക്കിപ്പോവും. നമ്മൾ ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത് വെച്ച് ഞാൻ ചെയ്യലുണ്ട്. അങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ പപ്സും സാമ്പാറും കഴിക്കുന്നത്. എന്റെ ഇളയമ്മയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ ശരിക്കും ഇത് ഇളയമ്മനോട് മെസ്സേജ് ഇട്ടിട്ട് ഗൂഗിളെ ഇങ്ങനെ ഒരു പപ്സും സാമ്പാറും കിട്ടുന്ന ഒരു കടയുണ്ട്, കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിന്റെ ബാക്കിലാണ്. പപ്സും സാമ്പാറോ ചോദിച്ചു. അപ്പൊ ആ പപ്സും സാമ്പാറും. പിറ്റേ ദിവസം തന്നെ കാർ എടുത്തിട്ട് ഞാനും എന്റെ ഒരു ഫ്രണ്ടും പോയി അങ്ങോട്ട്. ഞാൻ കുറച്ച് പേരുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബാക്കിൽ ഒരു ചേച്ചിയുടെ കടയാണ്. ഇപ്പോഴും ഉണ്ട് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് പോകുമ്പോഴും ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഈ ഇന്റർവെൽ സമയത്തും രാവിലെ വൈകുന്നേരം ഉച്ചക്ക് നമ്മ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും നമ്മളെ സ്കൂളിലെ പുറത്ത് എന്തെങ്കിലും കഞ്ഞിപ്പീടിയോ അല്ലെങ്കിൽ ഇപ്പൊ ചട്ടഞ്ചാല സ്കൂളിലെല്ലാം നമ്മളെ അലീരാവിൽ മിൽക്ക് ഭയങ്കര ഫേമസ്, അലീരാവിൽ മിൽക്ക് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ദുർഗയുടെ ഒരു എന്താ പറയണ്ടേ മെയിൻ സാധനമാണ് ഈ പപ്സും. സിഗ്നേച്ചർ സാധനമാണ് പപ്സും സാമ്പാറും. ഞാൻ അവിടെ പോകുമ്പോ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ ഉണ്ട് അവിടെ. അവരോട് ഞാൻ ചോദിച്ചു, എടാ ഇതെന്താ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്? സാധാരണ കുട്ടികളാണല്ലോ അങ്ങനത്തെ ഉണ്ടാക്കുക. അപ്പൊ പറഞ്ഞു അല്ല അക്ക തരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു അക്ക ഉണ്ട്. അക്ക ഒരു പബ്സ് കൊടുക്കുമ്പോ അതിൽ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് കൊടുക്കും. ചോദിക്കൂല, സാമ്പാർ ഒഴിച്ചിട്ട് കൊടുക്കും. കാരണം നമ്മ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്കൂളിന്റെ അടുത്തുള്ള ഷോപ്പിലുള്ള ചേച്ചിമാരോ ഏട്ടന്മാരോ അവർക്കെല്ലാം ഈ കുട്ടികളോട് ഭയങ്കര ഒരു കെയറിങ് ആയിരിക്കും. അവരെ മക്കളെ പോലെ ആയിരിക്കും. അവര് സാമ്പാർ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. ഞാനും ഒബിയോടൊന്നും ഒരു സാമ്പാറും പപ്സും വാങ്ങി. സാധാരണ നമ്മ പൊറോട്ടയും സാമ്പാറെല്ലാം എന്തെന്ന് മൈദയാണല്ലോ, ആ ഒരു രീതിയാണ് ടേസ്റ്റ്. പക്ഷെ അത് നല്ല റീച്ച് കിട്ടി എനിക്ക് ആ വീഡിയോ. നല്ല റീച്ച് എന്ന് പറഞ്ഞാൽ നല്ല റീച്ചും കിട്ടി, നല്ല കമന്റ്സും വന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കണ്ടന്റ്സിന് ഇവിടെ കാര്യമുണ്ട്. ഇങ്ങനത്തെ കണ്ടന്റ്സ് നോക്കിപ്പോയാൽ കാര്യമുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഈ പുതിയ ഫുഡിന്റെ ബാക്കിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് പുതിയ വ്ളോഗേഴ്സോടും പഴയ വ്ളോഗേഴ്സോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പുതിയ ഫുഡിന്റെ ബാക്കിൽ പോകുന്നതിന് പകരം നമ്മളെ ചെറുപ്പക്കാലത്ത് നമ്മ കഴിച്ച ഫുഡ് ഉണ്ടല്ലോ, നമ്മളെ കുട്ടിക്കാലത്ത്. ഇപ്പൊ എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നാല് എനിക്ക് പറയാനുള്ളത് ചക്കപ്പപ്പടം. അതെന്തായിരുന്നു ചക്കപ്പപ്പടം എന്ന് പറഞ്ഞാ ഈ വെക്കേഷനില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏപ്രിൽ മെയ് വെക്കേഷൻ സമ്മർ വെക്കേഷനിൽ അമ്മമ്മേരെ വീട്ടിലായിരിക്കും.
അപ്പൊ അതെല്ലാരും അങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ ചക്കര സീസണാ, വിഷു ആ ഒരു സമയമാണല്ലോ, ചക്കര സീസണാ. ചക്ക എല്ലാരും ഈ വീട്ടുകാരും എല്ലാരും കൂടിയിട്ട് നമ്മ ഒരു 5-6 വീട്ടുകാരുണ്ടാവും, എല്ലാരും കൂടി ഒരു 5-6 ചക്ക പരിക്കും. കുറെ പ്ലാവ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു 5-6 ചക്ക പറിച്ചിട്ട് എല്ലാരും, ഇതൊരു പ്രോസസ്സാണ്. എല്ലാരും ഒന്നിച്ചിരുന്ന് ചക്കര ഇതെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് കടിയെന്നെല്ലാം ഇട്ട് കടഞ്ഞ് നല്ലോണം കുറെ അമ്മമാരെല്ലാം കടഞ്ഞ് ഇത് വെയിലത്തിട്ട് നമ്മുടെ പുല്ലുവായില്ലേ, പുല്ലുവായിൽ ഇങ്ങനെ പപ്പടത്തിന്റെ ഷേപ്പിൽ മടക്കി വെക്കണം. കുറച്ച് വെയിലും കൊള്ളണേ. ഇത് കുറച്ച് ഒരു പ്രോസസ്സായത്, കുറച്ച് വലിയ പ്രോസസ്സാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ ചക്കപ്പപ്പടം കിട്ടുന്നത് എപ്പോഴും അറിയാം, നമ്മൾ സ്കൂളിലെല്ലാം പോയി തുടങ്ങി ഈ മഴയെല്ലാം തുടങ്ങിയപ്പോ, മഴ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമ്പോ ഒരു ഗ്ലാസ് കട്ടൻ ചായ 2 ചക്കപ്പപ്പടം, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വരും. അങ്ങനത്തെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് അങ്ങനത്തെ ഫുഡിന്റെ ബാക്ക് ഇപ്പോഴും ആ ഫുഡ് ഉണ്ട്. അങ്ങനത്തെ ഫുഡിന്റെ ബാക്കിൽ പോയാൽ ആൾക്കാർക്ക് അത് നൊസ്റ്റാലജി ആയിട്ട് തോന്നുകയും ചെയ്യും, വീഡിയോസിനും റീച്ച് ഉണ്ടാവും, ആൾക്കാർ കണ്ടിരിക്കും. ഒരു കഥ പറയുന്ന രീതിയിൽ ആ വീഡിയോനെ പ്രസന്റ് ചെയ്താൽ മതി. ഒരു ടിപ്പാണ് എല്ലാവർക്കും. പക്ഷെ ഇവിടെ ചക്കപ്പപ്പടം ഇതിപ്പം 4-5 മാസങ്ങൾക്ക് ശേഷമാണ് കഴിക്കാൻ പറ്റുന്നത്. 4-5 മാസമല്ല, ഇപ്പൊ നമ്മൾ ഏപ്രിൽ ടു മെയ് അതിന്റെ ഒരു പ്രോസസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ തന്നെ കഴിക്കുന്നവരുണ്ട്. ചക്കപ്പപ്പടെല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ മുള്ളേർത്തി ARR എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെ എല്ലാം നല്ല നാടൻ ചക്കപ്പപ്പടം കിട്ടും. അവരെന്നെ ബ്രാഹ്മൺസ് ഉണ്ടാക്കുന്ന ചക്കപ്പപ്പടം കിട്ടും. അപ്പൊ നമുക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പം ഗൂഗിള് ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ കാസർഗോഡും എറണാകുളമാണ്, മംഗലാപുരത്തും ചെയ്തിട്ടുണ്ട്. മംഗലാപുരം. അപ്പം ഇവിടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ, ലൈക്ക് സൗത്ത് ഇന്ത്യ കേരളം തന്നെ പിടിക്കാൻ പറ്റും. ഫുഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇത് രണ്ടിലല്ല, കോഴിക്കോട്. ഓക്കെ, അതിലൊരു ഡൗട്ടും വേണ്ട. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പോയാൽ നമുക്ക് എല്ലാം കിട്ടൂടാ, കണ്ടായിരുന്നു. ഓക്കെ, കോഴിക്കോട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഒരു ബീച്ച് സൈഡ് അവര് സ്റ്റാള് പോലെ നമ്പർ ഇട്ടിട്ട് സ്റ്റാള് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫുഡ് ബ്ലോഗേഴ്സിനായാലും ആ എല്ലാ സ്റ്റാളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു സ്റ്റാളിനും പേരില്ല. ആ സ്റ്റാളിന്റെ നമ്പർ പറഞ്ഞാൽ മതി. ഇപ്പൊ 66 നമ്പർ സ്റ്റാളിന് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട് കിട്ടില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, റീല് കണ്ടായിരുന്നു. 66 നമ്പർ, 13 നമ്പറാണ്. അവിടെ നമ്പർ ആകുമ്പോ ആൾക്കാർക്ക് സങ്കടങ്ങളില്ല, ആ കടനെ പറ്റി കുറ്റം പറഞ്ഞൊന്നുമില്ല, സങ്കടങ്ങളില്ല. നല്ല ഫുഡ് കിട്ടുന്നിടത്ത് നല്ല ഫുഡ് ആ സ്പോട്ടിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ചോയ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അത് ഫുഡ് ക്യാപിറ്റലിനൊന്നും ഒരു ഡൗട്ടും ഇല്ല. അത് കോഴിക്കോട് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. കേരളത്തിൽ വേറെ ഇല്ല. നമുക്ക് എല്ലാം കിട്ടും, ഒരു സ്ഥലത്ത് എല്ലാം കിട്ടും. നമ്മൾ ശരിക്കും ഒരു മാളിൽ പോകുന്ന പോലെയാ, എന്തെല്ലാം വേണം അതെല്ലാം കോഴിക്കോട് ഉണ്ട്. പിന്നെ കോഴിക്കോടാരെ ശരിക്കും പറഞ്ഞ സ്നേഹം അതെടുത്ത് പറയാനുള്ളതാണ്. അവര് ഫുഡ് കഴിപ്പിക്കുന്ന രീതിയും, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കോഴിക്കോട്, അപ്പൊ അവര് വീട്ടിലെല്ലാം പോയാലും ഫുഡ് കഴിപ്പിക്കുന്ന രീതി അത് ഭയങ്കര. അവർക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അവരെ മെയിൻ സാധന. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഫുഡ്. അവർക്ക് ഫുഡ് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല കോഴിക്കോടുകാർക്ക്. പിന്നെ ഈ കോഴിക്കോട്, അപ്പം കോഴിക്കോടിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാ? ഇല്ല, കോഴിക്കോട് ഞാൻ ഫുഡ് ബ്ലോഗിങ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ കാസർഗോഡും എറണാകുളം വരുമ്പം എവിടുന്നാണ് കൂടുതൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടാറ്? റെസ്പോൺസ് കിട്ടാറ് കമന്റ്സ് വരല് കൂടുതൽ കാസർഗോഡാണ്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടിന്റെ അല്ല, ആൾക്കാർ ഇല്ലതില്ലത പോലും പറയും. നമ്മളെ നാട്ടുകാരാണ് ആള്. ഞാനിപ്പോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അടുത്ത ഫുഡ് വൻ ഷോക്കാണ്, അങ്ങനെ പറയുന്നത് നമ്മളെ നാട്ടുകാരാണ്. അവർ പറയും, അല്ലെങ്കിൽ അവർ ടിപ്പ് ചെയ്യും, ഗൂഗിൾ ഇതൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് നടക്കണേ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ ഒന്ന് പോകണേ, അങ്ങനെ സജസ്റ്റ് ചെയ്യും. സജഷൻ കുറെ വരലുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കുറെ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്, ലൈക്ക് അവര് ഫേക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൂടുതൽ. ഇപ്പൊ ഞാൻ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം വ്ളോഗിൽ അടിപൊളിയായിരിക്കും, റിവ്യൂസ് അടിപൊളിയായിരിക്കും, പക്ഷെ അവിടെ പോയി കഴിക്കുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് നോട്ട് അപ് ടു ദ മാർക്ക് വാട്ട് ദേ ടെൽ. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ്. അപ്പം വ്ളോഗേഴ്സ് ഇപ്പം കുറെ ഫേക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിരിക്കും, അവരെ ഫോളോവേഴ്സ് കൂട്ടാനായിരിക്കും, കുറെ രീതിക്ക് അവർ ഫേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നോർമൽ ഇപ്പം എന്ന് വെച്ചാൽ AI ജനറേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം വ്ളോഗിങ് ഫ്യൂച്ചറിൽ ഇത് നിൽക്കുമോ? AI ഇല്ലത് കൊണ്ട് വ്ളോഗിങ് നിൽക്കുമോന്ന് ചോദിച്ചാൽ, കാരണം AI ജനറേറ്റഡ് വീഡിയോസ് അടിപൊളിയാണ്. ലൈക്ക് വേറെ മനുഷ്യൻ ചെയ്തത് ഏത് AI ചെയ്തത് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഫുഡ് ബ്ലോഗിങ്ങിൻ്റെ എ വന്ന് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അർജുൻ്റെ മുമ്പിൽ ഇപ്പോൾ 2 പൊറോട്ടയും മീൻകറിയും വെക്കുന്നു, നല്ല കൊടംപുളിയിട്ട മീൻകറിയും വെക്കുന്നു. നിന്നോട് ഞാൻ കഴിക്കണ്ടെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് നോക്കിക്കാൻ പറയും. നിന്റെ എക്സ്പ്രഷൻസ് എന്തായിരിക്കും, അപ്പൊ നിന്റെ ഫീലിങ്സ് എന്തായിരിക്കും? കഴിക്കണം. ആ ഫീലിങ്സ് നമ്മ ഒരു എയിൽ ജനറേറ്റ് ചെയ്താൽ കിട്ടും. It will be hard, പക്ഷെ മൂവിങ് ഫോർവേഡ് ഇറ്റ് വിൽ ബി ഈസി അല്ലേ? എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എല്ലാ മേഖലയിലും വന്നത് കൊണ്ട് ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചാലും ഒരു മനുഷ്യൻ ചെയ്യുന്ന അത്ര ഇതില് എക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ എന്ന് വെച്ചാ നമുക്ക് ഇപ്പം ട്രാവലിംഗ് കോസ്റ്റ് ഇല്ല, ക്യാമറ കോസ്റ്റിന്റെയിലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചോദ്യത്തിനില്ല അർജുന്, എയും നാച്ചുറലായിട്ട് ചെയ്യുന്നത് രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയാൽ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ എന്ത് ഓപ്പൺ ആക്കിയാലും നമുക്ക് അധികം വരുന്നത് ഫീഡിലേക്ക് അധികം വരുന്നത് റിലേറ്റഡ് വീഡിയോസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ അതിന് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഏതാണ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണ് മനുഷ്യൻ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സമയത്ത് എടാ ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്നതിന് ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, ആ ഇമോഷൻ ഒരിക്കലും ഒരു ചെയ്താൽ കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ എയിൽ ജനറേറ്റ് ചെയ്ത് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നമ്മൾ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. അതൊരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇത് കാണുന്നവർക്ക് അറിയുമല്ലോ അർജുനെ ഏതാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഏതാണ് ഏതാണ് നാച്ചുറൽ വീഡിയോ എന്ന് മനസ്സിലായി തുടങ്ങി. എപ്പോഴും മനുഷ്യൻ ചെയ്യുന്നതിന് ഒരു ഇമോഷണൽ കൂടുതലാണ് അല്ലെ? റിവ്യൂവിന്റെ കാര്യത്തിലായാലും അത് എന്ത് കാര്യമായാലും മനുഷ്യൻ ചെയ്യുന്നതിന് ഒരു സംഭവം എക്സ്ട്രാ കൂടുതൽ. അത് മനുഷ്യനല്ല, ഒരു മനുഷ്യന്റെ ഹെൽപ്പ് വേണം. ഇപ്പൊ ജനറേറ്റ് ചെയ്യണമെങ്കിലും അതിന് പിന്നെ പ്രോംപ്റ്റും കാര്യങ്ങളും പ്രോംപ്റ്റ് നമ്മുടെ ChatGPT ജനറേറ്റ് ആക്കി തന്നാലും അത് എന്താ പറയണ്ടേ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കമന്റ് ചെയ്യും, കമന്റ് വീട്ട് പേസ്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ വേണമല്ലോ. മനുഷ്യരില്ലാതെ ഒരു കാര്യം നടക്കില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഈ വരുമ്പം ഈ കോമ്പറ്റീഷൻ നല്ലോണം കൂടൂലേ? ഗൂഗിൾ ഇപ്പം നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു, വന്നു, ഭയങ്കര എക്സ്പാൻഡ് ആവുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ ഫുഡ് ബ്ലോഗേഴ്സും കാര്യം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം ആൾക്കാർക്ക് ഇതിലോട്ട് വരണമെന്നുണ്ടാവും, പുതിയതായിട്ട് ആൾക്കാർക്ക് വരണമെന്നുണ്ടാവും. വന്നോട്ടെ, പക്ഷെ ഏറെ പണി ചെയ്യട്ടെ, മനുഷ്യന്റെ പണി ചെയ്യട്ടെ. അപ്പം ഇപ്പം ഗൂഗിളിന്റെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ഗൂഗിൾ ക്രിയേറ്റീവ് ഹെഡ് ആണ്, കുറെ നോളജ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കുറച്ച് അറിയാം. അപ്പം പുതിയതായിട്ട് ഇതിലോട്ട് വരണം ഒരാൾക്ക്, അവർ കൊടുക്കുന്ന മേ ബി ഫ്യൂ ടിപ്സ് ഉണ്ടാവും. ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബ്ലോഗിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, ബ്ലോഗിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവർക്കും നമ്മളെ ഉള്ളിൽ ഒരു എന്താ പറയണ്ട ഒരു പാഷൻ ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സ്കില്ല് ഉണ്ടാവും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കില്ല് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും എഡിറ്റിംഗ് എന്ന് പറയും. അർജുന്റെ സ്കില്ല് എന്ന് വെച്ചാൽ അർജുന്റെ സ്കില്ല് അർജുൻ പറയും. അതുപോലെ ഓരോരോ മനുഷ്യനും ഓരോരോ സ്കില്ലുണ്ട്. ആ സ്കില്ല് നമ്മ ഈ ബ്ലോഗിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ ഫുഡ് ബ്ലോഗിങ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, ഇപ്പൊ ഈ സ്റ്റോറി ടെല്ലിങ് നല്ലൊരു സ്കില്ലാണ് അല്ലേ? അങ്ങനെ കുറെ സ്കില്ലുണ്ട്. 3 കാര്യം നോക്കിയാൽ മതി അർജു, ആർക്കും വേണമെങ്കിൽ ബ്ലോഗർ ആവാം. അതായത് കൺസിസ്റ്റൻസി, പാഷൻ, ഡെഡിക്കേഷൻ. ഒരിക്കലും നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങളെ ഗാലറിയുടെ ഉള്ളിൽ മാത്രം ആയിക്കൂടാ. നമ്മ ഈ എടുക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തോട് ഞാൻ പറഞ്ഞു, അനിയത്തി ഇന്നലെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കുറേ വിഷ്വൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിഷ്വൽസ് കുറേ എടുക്കും, വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ കുറേ വിഷ്വൽസ് എടുക്കും. ഞാൻ അവളോട് ചോദിച്ച ഒറ്റൊരു കാര്യമില്ല, ഇതെല്ലാം എപ്പെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ എന്നാണ്. എന്താ വെച്ചാൽ കുറേ ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവര് നല്ല രീതിയിൽ വിഷ്വലി ക്യാപ്ചർ ചെയ്യും. പക്ഷെ ഇടാൻ പറ്റുന്നില്ല. ഇടാൻ പറ്റാത്തതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻസാ. കാരണം ഇത് പുറത്ത് പോയിട്ട് ഇനി വരുന്ന കമന്റ്സോ അല്ല ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്തും പറയട്ടെ. അതാ ഞാൻ പറഞ്ഞേ, ഒരു ബ്ലോഗർ ആണോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ആൾക്കാർ പറയുന്ന എന്താണോ അത് കേട്ടുകൂടാ. ഫസ്റ്റത്തെ കാര്യം, കമന്റ് ബോക്സിൽ കമന്റ് വരുന്ന കാര്യങ്ങൾ നമ്മ ഒരു ചിരിയോടെ അത് വായിച്ചു പോവാം. അല്ല ഈശ്വര എന്തിനിപ്പോ അയാൾ അങ്ങനെ പറഞ്ഞിട്ട്, അയാൾ എന്തിനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൂടാ. ഒരിക്കലും അങ്ങനെ നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഡൗൺ ആകാം. ഇത് എനക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എന്റെയും കുറെ വീഡിയോസിൽ
കമന്റ്സ് നല്ല നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. നല്ല നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു 5000 നെഗറ്റീവ് കമന്റ്സ് വന്നു പറഞ്ഞാൽ നീ വിശ്വസിക്കും. 5000 നെഗറ്റീവ് കമന്റ്സ്, അതായത് എന്നെ ചീത്ത വിളിക്കുന്ന രീതിയിൽ കമന്റ്സ് വന്നിട്ടുണ്ട്. ഇട്ടോട്ടെ ആ ഒരു മൈൻഡിലാണ് ഞാൻ ആദ്യം പോയിക്കൊണ്ടേ. പക്ഷെ അതിൽ കുറച്ച് വീഡിയോസ് എല്ലാം നമുക്ക് കേൾക്കും, കുറച്ച് ഇങ്ങനെ കുറെ ആൾക്കാർ പറയുമ്പോൾ നമുക്കത് കൊള്ളേണ്ട രീതിക്കാണെങ്കിൽ കൊള്ളും അത്. പക്ഷെ അത് നമ്മ മൈൻഡ് ആക്കിക്കൂടാ, ഒരിക്കലും റിയാക്ട് ചെയ്തുകൂടാ. നമ്മ ഇട്ടോണ്ട് പോവാ. നമ്മ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്ത് അറിയോ, നമ്മള് വീഡിയോസിന്റെ കൺസിസ്റ്റൻസി ഇട്ടോണ്ട് നിൽക്കാം. ഡെയിലി ഇടാം. പക്ഷെ നമ്മൾ ഫോളോവേഴ്സും നമ്മൾ വ്യൂവേഴ്സും അതിനുള്ള ഉത്തരം പറയും. എപ്പെങ്കിലും ആയാലും അതിനുള്ളൊരു ഉത്തരം അവർ പറയും. നമ്മള് സക്സസ് നോക്കാം. സക്സസ് അല്ലാണ്ട് ലൈക്ക് കുറെ പേരുണ്ടാവും കമന്റ് ഇടും, ലൈക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു വ്ളോഗർ ആവണമെങ്കിൽ, ഇപ്പൊ അർജുൻ പറഞ്ഞ പോലെ ഒരു വ്ളോഗർ ആവണമെങ്കിൽ ഈ 3 കാര്യം മാത്രം നോക്കിയാൽ മതി. കൺസിസ്റ്റൻസി, പാഷൻ, ഡെഡിക്കേഷൻ. ഈ 3 കാര്യം മാത്രം നോക്കിയാൽ മതി. ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കമന്റ് സെക്ഷൻ നോക്കണ്ട, വ്യൂവേഴ്സിന്റെ കൗണ്ട് നോക്കണ്ട, ഫോളോവേഴ്സിനെ നോക്കണ്ട. ഒരു പേജ് ഉണ്ടാക്കാം, അല്ല സ്വന്തം പ്രൊഫൈൽ ആണെങ്കിൽ സ്വന്തം പ്രൊഫൈൽ ഇടാ, അൾട്ടിമേറ്റ്ലി ഇടാ. ചെയ്യാം. ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാനും. ഞാനും ഇപ്പൊ തുടങ്ങിയത് ഇൻഷോട്ട് എന്നാണ്. നിനക്കറിയുമല്ലോ, ഞാൻ എന്നോട് പറഞ്ഞല്ലേ, ഇൻഷോട്ട് എന്നാണ് ഞാനും തുടങ്ങിയത്. അപ്പൊ നമ്മളെ കൊണ്ട് ഒന്നും അറിയില്ല എന്നിട്ട് മാറിയിരുന്നൂടാ, ഇടാൻ ശ്രമിക്കാം. ഇപ്പം ഗൂഗിള് കുറെ ലൈക്ക് കാലിക്കറ്റ് എക്സ്പ്ലോർ ചെയ്തു, കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഒരു ലൈക്ക് പ്ലേസ് വേർ യു ഫൗണ്ട് ലൈക്ക് ഒരു അടിപൊളി ഫുഡായിരുന്നു, വേറെ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും? എൻ്റെ ഫാമിലിനും ഫ്രണ്ട്സിനെല്ലാം, അതായത് ഫുഡ് ലവേഴ്സ് പോകണം എന്ന് തോന്നിയൊരു സ്ഥലമുണ്ട് എനിക്ക്. അതായത് എൻ്റെ ഒന്നിച്ചില്ല കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം തോന്നിയ കുറച്ച് സ്ഥലമുണ്ട്. അതായത് തായ്ലൻഡ്. തായ്ലൻഡിലോട്ട് പോയിട്ടുണ്ട്. തായ്ലൻഡിൽ പോയിട്ടുണ്ട്. തായ്ലൻഡിൽ പോയിട്ട് ഒരു 5-6 ദിവസം ഫുഡിന് മാത്രമേ ഞാൻ ചെലവ് കിട്ടും. 5-6 ദിവസം ഫുഡിന് മാത്രം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയല്ലോ. 5-6 ദിവസം ഫുഡ്. ഫസ്റ്റ് പോയ 5-6 ദിവസം ഫുഡാണ്. നമുക്ക് ആദ്യം ഇതേപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫുഡോട് അറപ്പ് തോന്നൂലേ, നമുക്ക് ഇതെങ്ങനെ കഴിക്കും എന്നുള്ളൊരു ഇതുണ്ടാവൂലേ, അത് തോന്നിയതാണ്. കാരണം പുഴു, പാറ്റ, നമ്മളെ പുൽച്ചാടി, ഇതുപോലത്തെ കുറെ മറ്റേ തേള്, മുതല, കരിങ്കന്ന്, പിന്നെ ട്രൈ ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തായിരുന്നു. അതില് ഒരു പുഴുണ്ട്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു പുഴുണ്ട്, ആ പുഴു മാത്രം അതെനിക്ക് കണ്ടപ്പാടെ ഒന്ന് ഇതടിച്ചോണ്ട് ട്രൈ ചെയ്തിട്ട് ബാക്കി എല്ലാ സാധനവും ഞാൻ ട്രൈ ചെയ്തിട്ട് എല്ലാം ട്രൈ ചെയ്തിന്. പക്ഷെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇതെങ്ങനെ തിന്നാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. പക്ഷെ അത് തിന്ന് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ആൾക്കാരൊന്നും ഇപ്പൊ പുഴു എന്നൊക്കെ പറയുമ്പോ ഇവരെങ്ങനെയാ പുഴുന്നത്? അവരെ തായ്ലൻഡുകാർ ഏറ്റവും വൃത്തി കൂടിയ ഫുഡ് രീതിയാണത്. അതായത് അതെന്ന് വെച്ചാല് അവര് നമ്മ ഈ കാണുന്ന പോലെ ഇപ്പൊ ഇതിലൊരു പുഴു പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഫ്രൈ ഇട്ട് തരുന്നതല്ല. അവര് ഇത് വർഷങ്ങളോളം ഇതിനിങ്ങനെ നോക്കി അങ്ങനെ ഫുഡൊക്കെ നല്ല കൊടുത്ത് വളർത്തി. നമ്മിപ്പോ ഇവിടെ നമ്മളെ മാർക്കറ്റിൽ ചിക്കനും ഫിഷും നമ്മ രാവിലെ പിന്നെ അത് അവര് സെർവ് ചെയ്യുന്ന രീതിയെല്ലാം കാണണം. ഭയങ്കര നല്ല രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് ഫുഡ്. അവർക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഇന്ത്യക്കാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവരായിരിക്കും തായ്ലൻഡുകാർ. അപ്പോ ഇവിടെ എല്ലാവർക്കും ഗൂഗിൾ അവിടെ പോയി കഴിച്ചു, അവിടെ കഴിച്ചതിൽ ഏറ്റവും മോശം തോന്നിയ ഒരു സംഭവം, അടിപൊളി തോന്നിയ സംഭവം, ഒരു ഫുഡ് മോശം തോന്നിയ സംഭവം ലൈക്ക് കഴിച്ചതിൽ വെച്ച് ഇഷ്ടമായത് ഞാൻ പറയാം. ഇഷ്ടമായത് ഞാൻ അവിടെ പോയി ഒരിക്കലും കഴിക്കില്ല എന്ന് വിചാരിച്ച സാധനമാണ് എനിക്ക് ഇഷ്ടമായത്. മുതല ക്രോക്കഡൈൽ BBQ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എന്റെ സാറാണ് എന്നോട് പറയുന്നത്, ഈ സാധനം നീ ട്രൈ ചെയ്യുന്ന എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിരുന്ന. ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുതലാന്ന് എനിക്ക് അറിയില്ല. എന്നോട് ബാർബിക്യൂ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഓക്കെ, ഒരു റെഡിഷ് കളറ് പിന്നെ മസാല എല്ലാം കോട്ട് ചെയ്ത് ഒരു നമ്മള് ചിക്കനെ പോലത്തെ ഒരു സാധനം. അപ്പൊ ഓൾമോസ്റ്റ് ചിക്കൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്നോട് ചോദിച്ചു ഇതെന്താ സാധനം എന്ന് മനസ്സിലായി ചോദിച്ചു. അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഒരു മുതല അടഞ്ഞിരുന്ന് തിരിയുന്നേ, അതായത് ഫുൾ മുതല നമ്മളിവിടെ അൽഫാമിലും ചെയ്യുന്ന പോലെ ഇവിടെ മുതല ഗ്രില്ലിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട്. അതിന്റെ ബാർബിക്യൂ ആണ് എനിക്ക് കൊണ്ടുതന്നത്.
പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ കഴിക്കാതിരിക്കുന്നത് തെറ്റല്ലേ. പക്ഷെ കഴിക്കണോ വേണ്ടേ ആ ഒരു ഫീലിംഗ് ഉണ്ടാവൂല അപ്പം? അങ്ങനെ അറപ്പൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ ആ ഫുഡ് കണ്ടു, അപ്പം ഒരു ബൈറ്റ് എടുത്ത് ഞാൻ കഴിച്ചു. ആ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് എന്റെ മോനെ അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഇതാണ്. സത്യം പറയാലോ, നമ്മ ഒന്ന് ട്രൈ ചെയ്യണം. മുതലിറച്ചി ട്രൈ ചെയ്യേണ്ട ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ലീഗലല്ല, അത് പ്രത്യേകം നോക്കണം. ഇനിയിപ്പോ ആൾക്കാര് ലീഗലല്ല, ഇന്ത്യയിൽ ലീഗലല്ല മുതല. അപ്പം അതായിരുന്നു ഏറ്റവും ലൈക്ക് അടിപൊളി എന്ന് പറഞ്ഞ ലൈക്ക് ബാർബക്യൂ ആയിരുന്നല്ലേ. അപ്പം കഴിച്ചതിൽ വെച്ച മോശമായ ഫുഡ് എന്ന് പറഞ്ഞാല് എനിക്ക് അടുത്ത് ഫ്രൈഡ് റൈസ് അത്ര, കാരണം നമ്മള് റൈസും കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ ചിക്കൻ, ഇവിടുത്തെ ചിക്കൻ എങ്ങനെ പറഞ്ഞാൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസിൽ ചിക്കൻസ് ഇടല്. പക്ഷെ ആടെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇവിടെ KFC-യിൽ ചിക്കന്റെ പീസ് ഉണ്ടാവൂലേ, ലെഗ്, ചെസ്റ്റ്, അങ്ങനെ ഫ്രൈഡ് ആയി ഭയങ്കര എണ്ണയിൽ കുളിപ്പിച്ച സാധനം ഉണ്ടാവൂലേ, ആ സാധനം അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈ റൈസിന്റെ മേലെ വെച്ചിട്ടാ തരുന്നത്. മനസ്സിലായ? അപ്പൊ ഇതിലുണ്ടായ എണ്ണ ഫുള്ള് ഈ റൈസില്, അതൊരു അവിടെ ലൈക്ക് കാണുമ്പോ കൊറേ എല്ലാ എണ്ണയിലിട്ടിട്ടല്ല ആക്കുന്നത്. എണ്ണ ഭയങ്കര രീതിയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവർ യൂസ് ചെയ്യുന്നത് കൂടുതൽ എനിക്കൊന്ന് ഒലീവ് ഓയിലും പിന്നെ അവരുടേതായ കുറേ ഓയിലുകൾ. ഇവിടുത്തെ പോലെ നമ്മൾ തേങ്ങ എണ്ണ അങ്ങനെയല്ല, അവർക്ക് ഓയിലുകൾ കുറേ ഉണ്ട്. ഹെൽത്തി ആണ് കാരണം അവരെ ഫുഡ് രീതി തന്നെ വ്യത്യസ്തമാണ്. ശരിക്കും നമ്മ കണ്ട് പഠിക്കേണ്ട ഒരു സാധനം. നമ്മ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, വയറ് നിറയോളം അല്ലെങ്കിൽ അങ്ങനെ തിന്നും നമ്മ. അല്ല, ഇപ്പൊ ഒരു കുഴിമന്തിയെല്ലാം ഇപ്പം കിട്ടിയ നമ്മ ഒന്നാകെ വയറ് നിറച്ചും തിന്നും. പക്ഷെ അവരെങ്ങനെയാ, അവരവിടെ ഒരു 7-8 നേരം ഫുഡ് കഴിക്കും. അവര് രീതി എങ്ങനെയാ, 7-8 നേരം അവര് ഫുഡ് കഴിക്കും. അവര് കഴിക്കുന്ന എന്താന്ന് വെച്ചാല് മീറ്റും വെജിറ്റബിൾസും മാത്രം. ഇപ്പൊ ഞങ്ങള് ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ, ടാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ ടാൻ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ലഞ്ച് ബോക്സിൽ കുറച്ച് മീറ്റും കുറെ വെജിറ്റബിൾസും കൊണ്ടുവരും. അതൊരു ബൗളായിരിക്കും. പക്ഷെ ഇത് ഇവര് ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കും. വയറ് നിറച്ച് ഇവര് കഴിക്കൂല, കുറച്ച് കഴിക്കും. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ കഴിക്കുന്ന. അവർക്ക് വിശപ്പ് ഉണ്ടാവും, പെട്ടെന്ന് വിശപ്പ് ഉണ്ടാവും അവർക്ക്. ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാവരും തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബിസിനസ്സുകാരാണ്, മാർക്കറ്റും കാര്യങ്ങളും അങ്ങനെ പോകുന്ന ആൾക്കാർ. അപ്പൊ എന്തായാലും അവർക്ക് വിശപ്പും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മ കഴിക്കുന്ന പോലെ വയറ് നിറച്ചും കഴിക്കൂല. സ്പൈസി അല്ല ഫുഡ്, ഓവർ മസാല, സ്പൈസി. നമുക്കപ്പം ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയിട്ട് ആ സ്പൈസും കാര്യങ്ങളും ഇല്ലാണ്ട് ഇന്ത്യൻ ഫുഡ് അവിടെ ഉണ്ട്, അവൈലബിൾ ആണ് ഇന്ത്യൻ ഫുഡ്. പക്ഷെ അവിടെ എത്തി അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മള് കാസർഗോഡാണ്. ഗൂഗിള് കാസർഗോഡ് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നല്ലോണം, ഒരുപാട്. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും കാസർഗോഡിലുള്ള ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സും ഡിന്നറൊക്കെ. അപ്പം അതില് എന്തായാലും ഓപ്ഷൻസ് വേണം, നോൺ വെജ് വെജ്. അപ്പം ഗൂഗിളിന്റെ പെർസ്പെക്റ്റീവില് ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാൻ പറ്റുന്ന ഒരു പ്ലേസ്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറയാം. ഞാൻ ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വെജിലാണെങ്കിൽ നമ്മുടെ വസന്ത വിഹാർ ഉണ്ട്, പുതിയ ബസ് സ്റ്റാൻഡില്. അടുത്ത ബട്ടർ മസാല ദോശയും പിന്നെ ഗീ പൊടി മസാല ദോശ, 2 ഗീടല, പിന്നെ ഫിൽറ്റർ കോഫി. നോൺ വെജിലാണെങ്കിൽ നമ്മളെ മൂവി മാക്സ് ഇല്ലേ തിയേറ്റർ, മൂവി മാക്സിന്റെ ആ റോഡില് അനുഗ്രഹ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഉണ്ട്, പാലത്തിന്റെ. കിട്ടില്ല, നല്ല നമ്മളെ ദോശയും മീൻകറിയും അടിപൊളി, രാവിലെ പൊളിക്കും. അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്കും പാലഞ്ചേട്ടൻ്റെ അവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല റൈസും ബിരിയാണിയും മീൽസും അടിപൊളിയാണ്. പിന്നെ ഊണിനാണെങ്കിൽ വെജിനാണെങ്കിൽ ഉടുപ്പി ഗാർഡൻ, നമ്മുടെ ഹൈവേയിലുള്ള ഉടുപ്പി ഗാർഡൻ ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേര് അടുക്കത്തവേലി. അടുത്ത ഉടുപ്പി ഗാർഡൻ. ഓക്കെ. പിന്നെ ടീ സ്പോട്ട് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. കാസർഗോഡ് ടീ സ്പോട്ടിന് ഒരു കുറവില്ല, ഇഷ്ടം പോലെ അല്ലെ. ഒരു ഫ്രണ്ട്സ് ഗാദറിംഗിലും നടക്കുന്നത് മെയിനായിട്ട് ടീ സ്പോട്ട് എന്നാണ്. ഇഷ്ടം പോലെ ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല, കുറേ ഉണ്ട്. പിന്നെ ഈവനിങ്ങും കുറേ ഉണ്ട്, ഈവനിങ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മ ഈ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ് അർജുന, അറിയോ? ഈ സ്ഥലം കാസർഗോഡ് തന്നെ ആദ്യത്തെ കൊറിയൻ ഫുഡ് കൊണ്ടുവന്ന ഒരു ടീമാണ് പെപ്പർ ഷാക്ക്. രാത്രി കിടിലൻ കൊറിയൻ ഫുഡ്, ഇവരെ വെറൈറ്റി ഷെയ്ക്ക്, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. ഇവിടെ നിന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. പിന്നെ ഈ ഫുഡിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലും ഞാൻ കാസർഗോഡ് വന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫുഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ സംസം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്.
ഓക്കെ. അവിടുത്തെ പൊരിച്ച കോഴിയും നെയ്ച്ചോറും. അത് പണ്ട് മുതലേ, പണ്ട് കാസർഗോഡ് ടൗണിലേക്ക് സിനിമ നോക്കാൻ വരുമ്പോ, അച്ഛനും ഫാമിലിയിലൊക്കെ സിനിമ നോക്കാൻ വരുമ്പോ ഞാൻ ആദ്യം സിനിമ കാണാന്നല്ല, സംസമിലത്തെ ഫ്രൈ, ആ ഫ്രൈക്കാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. തേങ്ങ പീരിയില് മൊരിഞ്ഞ തേങ്ങ പീര എക്സ്ട്രാ തരും, ചിഡില്ല. അതൊന്ന് ട്രൈ ചെയ്തോ. കാസർഗോഡ് ആരെങ്കിലും സംസംന്ന് പോയിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. അത് അത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷനും കൂടിയാണ് കേട്ടോ. ആ ഒരു കട എനിക്ക് ഭയങ്കര അതായത് ഞാൻ ചെറുതായത് മുതൽ ഞാനിപ്പോ ഈ നിൽക്കുന്നവരെ ഞാൻ ഇപ്പോഴും അവിടെ പോയി കഴിക്കാറുണ്ട്. എപ്പോ നാട്ടിൽ വന്നാലും അവിടെ പോയി കഴിക്കും. കാസർഗോഡ് വെച്ചിട്ടുള്ള അടിപൊളി സ്പോട്സ് ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞാൻ എന്റെ രീതിക്കുള്ളത് പറഞ്ഞില്ല, ഇഷ്ടം പോലെ സ്പോട്ട്. ഞാൻ എപ്പോഴും എന്റെ കംഫർട്ടാണ് ഇത്, കംഫർട്ട് സ്പോട്ടാണ്. അടിപൊളി ഫുഡും അടിപൊളി ഫുഡ്. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, ഇത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആക്സിഡന്റലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയൊരു കട. അത് നമ്മുടെ നെല്ലിക്കുന്ന് റോഡില്ലേ, കടപ്പുറം നെല്ലിക്കുന്ന് റോഡ്. ആടെ പിന്നെ ഒരു ഹരീഷേട്ടന്റെ ഒരു തട്ടുകട ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സ്റ്റോർ. അത് അവിടെ കോഴി റൊട്ടിയും ചിക്കൻ കറി. ഈ കോഴി റൊട്ടി ഭയങ്കര നൊസ്റ്റായ സാധനം, ഇമോഷണലാണ് ഭയങ്കര. പണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലും കല്യാണത്തിന് പോകുമ്പോ തലേദിവസം കോഴി റൊട്ടിയും ചിക്കൻ കറിയും തരും. അത് ഭയങ്കര ചോറല്ല, അതിന് മുമ്പ് കോഴി റൊട്ടിയും ചിക്കൻ കറിയും. അത് ഭയങ്കര ഇമോഷണല. അങ്ങനെ ഈ കോഴി റൊട്ടി ഒന്നും കിട്ടുന്ന കടകൾ ഇപ്പൊ ഭയങ്കര കുറവാണ്. കോഴി റൊട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് പലർക്കും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. അവിടെ പറ്റുമെങ്കിൽ പോയെങ്കിൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ ഹരീഷേട്ടന്റെ കട. അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം മുമ്പ് പോയി ട്രൈ ചെയ്തതാണ്. കടപ്പുറം റോട്ടില് നമ്മൾ പേജിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. അതെല്ലാരും നോക്കണം, നോക്കി പോണം. നമ്മള് പേജിലോട്ട് വരുമ്പോ ഇപ്പൊ ഒരു ചെറിയൊരു സ്റ്റോപ്പിലാണ്, കാരണം വർക്കിംഗ് ആണ്, ക്രിയേറ്റീവ് ഹെഡ് ആണ്, എല്ലാം വർക്കിലായതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈറ്റ് ആൻഡ് ചിൽ എല്ലാരും ഇപ്പോഴും ലൈക്ക് എന്തായാലും കുറെ ഗ്യാപ്പ് ആയിരുന്നു, വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി, എന്നാലും ആൾക്കാർ ഇട്ടിട്ട് പോയിട്ട് അതാണ് സത്യം. കുറെ പേര് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഫോളോവേഴ്സ് ഉണ്ട്. അത് അതിലൊരു കാര്യമുണ്ട് ഇത് അർജുനെ, ഞാൻ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടും അതുപോലെ ഇത്രയും ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് ഇട്ടേല് എനിക്ക് കിട്ടിയ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സാണ്. അന്ന് എന്തോ ഞാൻ നിർത്തി, അന്ന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ആ ഫോളോവേഴ്സിന് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്, ഭയങ്കര പ്രൗഡ്ഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഈ ടാൻസിൽ അത് പിന്നെയും കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. ഞാനിത് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നീ തുടങ്ങി വെച്ചിട്ട് അതെന്തുകൊണ്ടാണ് നീ ഇത് നടത്താത്ത എന്നുള്ള രീതി. ഫ്രണ്ട്സ് എന്നല്ല, ഞാനിപ്പോൾ എവിടെ പോയാലും, ഒരു കല്യാണത്തിന് പോയാലും നാട്ടിൽ വന്നാലും എല്ലാവരും ചോദിക്കുന്നത് എന്താ വീഡിയോസ് ഇടാത്ത. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആയാലും അവരോട് ചോദിക്കും അതെന്താ വീഡിയോസ് ഇടലില്ലേ. കാരണം ഇവരെല്ലാം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഷെയറിങ് പോലുണ്ട്. അപ്പൊ ഇതില്ലായിരിക്കുമ്പോൾ വീഡിയോസ് കാണില്ല. ഈറ്റാഞ്ചില് വരും, ഞാനൊരു ഉറപ്പൊന്നും പറയുന്നില്ല, ഈറ്റാഞ്ചില് വരും, എന്തായാലും വരും. പക്ഷെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കായിരിക്കും കൊണ്ടുവരുന്നത്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പൊ എല്ലാരും വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞ ഈറ്റാൻസിലിന്റെ ഒരു വരവ് നോക്കാം, നമുക്ക്. അപ്പം ഇതായിരുന്നു ഈറ്റ് ആൻഡ് ചില്ലിന്റെ ഒരു ജേണി, ഗോകുലിന്റെ ജേണി എല്ലാം. ലൈക്ക് കുറെ ഇൻസൈറ്റ്സ് കിട്ടി, എല്ലാവർക്കും കുറെ ഇൻഫർമേഷൻസ് കിട്ടി, ലൈക്ക് ഹൗ ടു സ്റ്റാർട്ട് വ്ളോഗിങ്, കുറെ കാര്യങ്ങൾ. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് സംതിങ് അബൌട്ട് അസ്. പോഡ്കാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ വന്നിരുന്ന് ഞാൻ എന്നെ സംസാരിക്കേണ്ടി വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടാ. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഇത്രയും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ ഈ പോഡ്കാസ്റ്റിന്റെ കാര്യം എന്നോട് പറഞ്ഞത് ആഗ്രഹേട്ടനൊന്നും കാണാനൊന്നും വിളിക്കില്ല. ആഗ്രഹേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ ഓക്കെ എന്നും ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ആഗ്രഹേട്ടനോട് ഓക്കെ ആഗ്രഹേട്ട ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. പിന്നെ അർജു ഇങ്ങനെ കമ്പനിയാണ്, വിഷ്ണു, എല്ലാവരും അങ്ങനെ. പിന്നെ നമ്മൊരു ഫ്രണ്ട്സ് ടോക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ വന്നത്, അല്ലാതെ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ അങ്ങനത്തെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഞാൻ ഒന്നും പ്ലാനിങ് പോലും ചെയ്തിട്ട് കേട്ടോ. ഇന്ന് രാവിലെ എത്തി നേരെ ഇങ്ങോട്ട് വന്നു, അതാണ്, ഒന്നും പ്ലാനിങ് ചെയ്യുന്നില്ല. കുറച്ച് സമയമായി, ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. കുറെ ഇൻസൈറ്റ്സ്, എല്ലാവർക്കും കുറെ ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ എന്റെ പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ മാർക്കറ്റിംഗ് ആയാലും ആർട്ട് ഓഫ് വ്ളോഗിങ് ആയാലും എൻ്റെ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കുറെ തെറ്റുകൾ ഉണ്ടാവും, ഞാനിപ്പോ കുറച്ച് ആയിട്ടേ ഇല്ലൂ, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും
സപ്പോർട്ട് ചെയ്യുക, ഇവരെ പോഡ്കാസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അല്ലേ? അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് വിഷ് യു യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. വിഷ്ണു അപ്പം എല്ലാം കോപ്പീഡ് അല്ലേ? എല്ലാം കോപ്പിടും. ഓക്കെ. എന്നാ ബ്രോ താങ്ക്സ്. വിഷ്ണു ഞാൻ ഇറങ്ങുന്നുണ്ടേ. ഇറങ്ങുന്നോ? ശരി വരുന്നേ ഇല്ല. കിച്ചൺ അടിച്ച എന്തായാലും അമ്മ പറഞ്ഞിട്ട് പോലും ഞാൻ പാത്രം കവിറ്റ വീട്ടില്. ഞാൻ കവിന വെറുതെ പോഡ്കാസ്റ്റും എന്തിനും നമ്പുന്നെ. ഞാനോനെ അങ്ങനെ വീട്ടിൽ പോകുന്ന ഞാൻ വിചാരിച്ചിട്ടാ. വിളിച്ചിട്ട് പോയി പാത്രം കവി. ആ ബംഗാളിയെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് നമ്മളെ. പോയില്ലേ. ഒറ്റം വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായി ഭയ്യ ഹട്ടോ ഹട്ടോന്ന്. ഞാൻ എന്ത് ഹട്ടോന്ന് ഞാൻ നോക്കുന്നുണ്ടായി. നമ്മളൊരവസ്ഥ. പണി കൊടുക്കണം. അടോ വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കൂല കോൾ. എടുക്കണ്ട. മൊത്തത്തിൽ മുമ്പി പ്രശ്നമില്ല. ഇനിയും ഉണ്ടല്ലോ പോഡ്കാസ്റ്റ്. ഓനുള്ള പണി കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം.